നമ്മള് വന്ന് വഴിയിൽ പെട്ടേക്കാണെങ്കിൽ ഒന്ന് തല്ലിടിച്ച് വീണ്. ഇതുപോലൊരു പ്രശ്നം പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റാസൂസ് ടോക്ക് സ്ട്രീറ്റ്. ഇന്ന് നമ്മളപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് റെഡി ആയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു 7:30 to 9:30 ആണെന്ന് തോന്നുന്നു. 7 to 9:30 അങ്ങനെ എന്തുവാണ്. ഇവിടെ തണുപ്പായതുകൊണ്ട് എൻ്റെ ഹെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ. നമുക്കെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. എന്നിട്ട് നമുക്ക് വേറെ എന്താ പരിപാടി, ഇന്ന് നമ്മളൊരു അടിപൊളി അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് നമ്മളൊരു എന്തിനാ പോണ പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തോ ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതൊക്കെ ഞാൻ വന്ന വഴിക്ക് പറഞ്ഞുതരാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതാണ് ഷെറോൺസ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഞാൻ മര്യാദയ്ക്ക് പിന്നെ കാണിച്ചു തരാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുത്തെ കോമൺ ഡൈനിങ് ഏരിയയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഇതിൻ്റെ അകത്താണ്, പക്ഷെ ഇവിടെ എക്സിറ്റ് മാത്രമേ ഉള്ളൂ, എൻട്രി വേറെ വഴിയാണ്. ഇങ്ങനെ നട്ട്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സും നമുക്ക് വേണമെങ്കിൽ ടീ കോഫിയൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കാം. ഇതേ ഇവിടെ ക്രോസോണും സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ടല്ലോ. ഡാനിഷ് പേസ്ട്രീസും ഇരിപ്പുണ്ട്. ബരിസ്റ്റ കോഫി. ഇവിടെ നമുക്ക് ഓംലേറ്റും പോസ്റ്റ് എഗ്ഗും ഫ്രൈഡ് എഗ്ഗും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യണം. അത് മറ്റേ ഇതും ബീൻസ് സംഭവങ്ങളാണ്, ബേക്ക്ഡ് ബീൻസും. ഇതെന്താ ഉള്ളത്? ഗ്രിൽഡ് ഓവൻ ബേക്ക്ഡ് ടൊമാറ്റോ, മഷ്റൂംസ്. ഇതേ ഹാഷ് ബ്രൗൺ ഇരിപ്പുണ്ട്. ഇത് ഇവിടെ നമുക്ക് ഞാനൊരു ഫെല ചീസ് എടുത്ത്, പിന്നെ അതേ നമുക്കിവിടെ ചിയ പോട്ട്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചിയ പോട്ട് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല, നോക്കാം. നമുക്കവിടെ നോർമൽ കോഫി ഉണ്ട്, പക്ഷെ നോർമൽ കോഫി നമ്മൾ മേടിച്ചില്ല. ഇന്നലെ നമ്മൾ കോഫി കുടിച്ചിട്ട് അതത്ര ഭയങ്കര കയ്പ്പായിരുന്നു. അപ്പോൾ നമ്മളതുകൊണ്ട് അത് ഞാൻ വെറുതെ ചിയ പോട്ട് ട്രൈ ചെയ്യാൻ വേണ്ടി എടുത്താൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബരിസ്റ്റ കോഫി നമ്മൾ അത് ഓർഡർ ചെയ്തു. നമ്മളിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തത്. ഷെറോൺ അതാണ് എടുത്തത്. നമ്മളിരിക്കണ എന്തെങ്കിലും കണ്ട സ്പേസ് ഉണ്ടോ, നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, വായിക്കാനുള്ള സമയമില്ല. അപ്പോൾ അതാണ് നമ്മളിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്. അപ്പുറത്തേക്കൊക്കെ ആൾക്കാരിരിക്കുക, അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ എത്തി. ഓംലെറ്റ് നമ്മൾ എക്സ്ട്രാ പറഞ്ഞതാണ്. നമുക്കിതേ കോഫിയും വന്നു. അവരോട് പറയായിരുന്നു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എന്നെ അവിടുത്തെ UK ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ഈ ഹാഷ് ബ്രൗൺ ഭയങ്കര ഇഷ്ടമാണ്. ഹാഷ് ബ്രൗണും ഈ ബേക്ക്ഡ് ബീൻസും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം. ഇതൊരു കൊച്ചു ഭയങ്കര കരച്ചിലാണ്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? നല്ലതാണോ? കോഫി നമ്മൾ ട്രൈ ചെയ്തില്ല. ഞാൻ ഒരു ക്യാപ്പുച്ചിനോയും പിന്നെ ഒരു ഫ്ലാറ്റ് വൈറ്റുമാണ് ഓർഡർ ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നല്ല ടേസ്റ്റ് ആണല്ലേ? കൊള്ളാം. എനിക്ക് തോന്നുന്നത് ഒരു മാംഗോ ചിയ പുഡിങ്ങാന്ന് തോന്നുന്നു. പുഡിങ്ങല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇരിക്കണം. ഞാൻ കോഫി അവിടെ തീർക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ പിക്കപ്പിൽ കോഫി എടുത്ത് ഇനി നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പം ആ ആക്ടിവിറ്റിയുടെ പേരെന്തുട്ടാ? 4x4 ടൂറാ അങ്ങനെ എന്തോ ഇതാണ്. നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുപോകും. നമ്മളെന്തായാലും 4x4 റൈഡിന് പോവാണ്. ഇതെങ്ങനെയാണെന്ന് പറയാൻ നോക്കാം. രണ്ടുപേരും വേറെ രണ്ടുപേരും പിന്നെ ഡ്രൈവറും കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇപ്പം നമ്മൾ
കാടിൻ്റെ ഉള്ളിലേക്ക് ഒരു റൈഡ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് ഹിസ്റ്ററിയും സംഭവങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. Australia's most unique timbers and trees and plants. So here in southeast Queensland we have a range of about 9,000 plus plants in the rainforest. And this is one of our most unique ones. So this a tree called Lignum vitae, which is its Latin name, which from Latin means tree of life. One of the common names is ironwood. നമ്മളിപ്പോൾ ഇത് എവിടെ എത്തിയാണ്? പാറ്റ്സ് ഫാമിലാണ് നമ്മൾ എത്തിയാണ്. പാറ്റ്സ് ഫാം. എൻ്റെ പൊന്നേ, വാവ്. So welcome guys to Pat's Farm. എൻ്റെ പൊന്നേ, എന്നാ ബ്യൂട്ടിഫുള്ളാ. So these are a luxury off-grid sort of farm stay for couples. Now there is no kids out here. This is couples and adults. മൗണ്ടൻസ് ഒക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. എനിക്കിവിടെ തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മരത്തിനും അതിൻ്റെതായ പ്രത്യേകതകൾ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അതിന് ഓരോരോ കഥകൾ പറയാനുണ്ട്. ഇതിൻ്റെ റോഡ് പോലും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ പൊന്നളിയ, എൻ്റെ ഈശോയെ, എൻ്റെ കർത്താവേ. അടിപൊളി അടിപൊളി. എൻ്റെ പൊന്നെ, കുലുങ്ങി 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 ഇപ്പോൾ കഴിച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വരെ തിരികെ എത്തണ അവസ്ഥയാണ്. ലൂക്സ് ഫാമിലാണ് നമ്മളിപ്പോൾ എത്തിയാണ്. ഇനി നമുക്ക് അവിടുത്തെ ഇവിടെ വന്നിട്ട് നമുക്ക് മൗണ്ടൻസ് സംഭവങ്ങൾ അവിടുത്തെ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ലൂക്സ് ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. ലൂക്സ് ഫാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കാണുന്ന ഓരോ സാധനത്തിനും ഓരോ സ്റ്റോറി പറയാനുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒറൈലിയുടെ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറൈലി ഫാമിലി ഈ മൗണ്ടൻ ഏരിയയിലേക്ക് വന്നത് അറൗണ്ട് ഒരു 1911 എന്തോ ആണ്. കുറച്ച് ഹിസ്റ്ററിയാണ്, എന്നാലും ഞാൻ ഒരു കഥ പോലെ പറയാൻ ശ്രമിക്കാം. അപ്പോൾ ആ സമയത്ത് അവരുടെ ലാൻഡ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് റെയിൻ ഫോറസ്റ്റ് ഒക്കെ ക്ലിയർ ചെയ്യണമായിരുന്നു. എന്നിട്ട് അവരവിടെ ഫാമിംഗ് ഡെവലപ്പ് ചെയ്തെടുത്ത്. അപ്പോൾ അങ്ങനെ അവർ മൗണ്ടൻസിന്റെ ടോപ്പിനകത്ത് ഈ കൗസിനെയൊക്കെ കീപ്പ് ചെയ്ത്, എന്നിട്ട് ഈ മിൽക്ക് താഴെ വാലിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതായിരുന്നു കേട്ടോ അവരുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക്. ഇവർ ഈ പാല് താഴെ വരെ കൊണ്ടുപോയി എത്തിക്കുമ്പോഴേക്കും പകുതി മുക്കാലും തീർന്നു. അതുകൊണ്ട് ഇവർ അതിന് വേണ്ടിയിട്ട് വേറൊരു റെമഡി കണ്ടതാണ്. ഈ ഫ്രഷ് മിൽക്ക് ക്യാരി ചെയ്യുന്നേക്കാളും പകരം അവർ സെപ്പറേറ്റ് ആയിട്ട് ക്രീം മിൽക്കിൽ നിന്ന് എടുത്തിട്ടാണ് അവർ താഴേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തത്. അപ്പൊ ക്രീം കുറച്ചുകൂടെ ഈസി ആണല്ലോ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇവർ ഈ ഹോഴ്സിലാണ് താഴേക്ക് മിൽക്ക് കൊണ്ടുവരണേ. എന്നിട്ട് അതുപോലെ തന്നെ ആ ഹോഴ്സിൽ തിരിച്ച് മൗണ്ടന്റെ മുകളിലേക്ക് ഫുഡും സംഭവങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ 1915 ആയപ്പോഴേക്കും ഈ ലെമിംഗ്ടൺ നാഷണൽ പാർക്ക് എസ്റ്റാബ്ലിഷ് ആയി. അങ്ങനെ ഈ റെയിൻ ഫോറസ്റ്റിന്റെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഒറൈലിക്കാരുടെ തലയിൽ വേറൊരു ബുദ്ധി ഉദിച്ചത്, ഒരു ടൂറിസം സെറ്റപ്പ് ചെയ്താലോ എന്ന്. അങ്ങനെ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു 1926 ആയപ്പോൾ അവരുടെ ഫസ്റ്റ് ഗസ്റ്റിനെ അവർ വെൽക്കം ചെയ്യുകയും ചെയ്തു. അങ്ങനെ പോയി അതൊരു ഒറൈലീസ് റെയിൻ ഫോറസ്റ്റ് റിട്രീറ്റ് ആയിട്ട് മാറി. അതാണ് ഇതിന്റെ സ്റ്റോറി. ഇതൊരു ഫാമിലി റൺ ബിസിനസ് ആട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഒറൈലിയുടെ ഫാമിലി തന്നെയാണ്. ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു പ്ലേസ് നമുക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരെയും ആ മരത്തമ്മ ഹോൾഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് അതിൻ്റെ താഴെയുള്ള സംഭവങ്ങളൊക്കെ അവൾ കാണിച്ചു തരായിരുന്നു കേട്ടോ. എല്ലാം ഹിസ്റ്ററി ആയതുകൊണ്ട് എല്ലാ ഹിസ്റ്ററികളും ഞാനിവിടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. 2 പൈലറ്റും 5 പാസഞ്ചേഴ്സും അടക്കണ 7 പേരുള്ള ഒരു ഫ്ലൈറ്റ് ബ്രിസ്ബെയിനിൽ നിന്ന് സിഡ്നിക്ക് പോണ സമയത്താട്ടോ ഇവിടെ ക്രാഷ് ആയത്. അപ്പോൾ ആൾക്കാർ ആ ക്രാഷ് ആയത് എങ്ങനെയാണ് അറിഞ്ഞതെന്നൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിനോട് ടാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ഇവിടെ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് ഫ്ലൈറ്റ് ഇവിടെ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയിരുന്നു. അപ്പം നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതാണ്. ഇവർ പറയാണ് ഇവിടെ അതെ ഈ കാണുന്ന പനിക്കൂർക്ക പോലെയാണ്. ഇതിങ്ങനെ റബ്ബ് ചെയ്തിട്ട് സ്മെല്ല് ചെയ്യണമെന്ന് അവർ പറയണേ. നല്ല മണം. ഇത് റബ്ബ് ചെയ്തിട്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്യുമ്പോൾ ഇവർ ബുഷ്മിൻ്റ് എന്നാണ് ഇങ്ങനെ പറയണേന്ന്. അപ്പോൾ ഇവരുടെ ഇപ്പം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന പുള്ളിക്കാരത്തിയുടെ ഗ്രാൻഡ്മ ഈ റോ ഹണി ബോയിൽ ചെയ്തിട്ട് ശരിയാണ് ഇപ്പോൾ ചവിട്ടിയാണ്. റോ ഹണി ബോയിൽ ചെയ്തിട്ട് റോ ഹണിയിൽ ഇതിട്ടിട്ട് ബോയിൽ ചെയ്യുമെന്ന്. എന്നിട്ടത് വാം ചെയ്യും. ബോയിൽ ചെയ്തില്ല, വാം ചെയ്യും. എന്നിട്ടത് മെൽറ്റായി വന്ന വരെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 2 ആഴ്ചത്തേക്ക് ഒരു ജാറിൽ അടച്ച് വെക്കും അത്. എന്നിട്ട് അത്
ത്രോട്ടിനും ഇതിനൊക്കെ നല്ലതാണ്. നമുക്ക് ഫുൾ ഓഫ് വൈറ്റമിൻ സി ഒക്കെയാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ്. അവളിത് 2 ആഴ്ചയായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയണത്. എന്തായാലും നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ ഇവിടുത്തെ വൺ ഓഫ് ദ ലക്ഷറി വീടുകളാട്ടോ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ കപ്പിളിന് മാത്രമാണ് സ്റ്റേ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കണ ഒരു അവിടെ ഇവിടെ ഉള്ള വീടുകൾ സെറ്റപ്പ് ആയതുകൊണ്ട് പിള്ളേർക്കൊന്നും അലൗഡ് അല്ല. പിന്നെ പിള്ളേർക്ക് സേഫ് അല്ല ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കപ്പിളിന് മാത്രമാണ് അലൗഡ് ആയിട്ടുള്ളത്. നമ്മളിത് വന്ന വഴിക്ക് ഡ്രൈവറൊക്കെ ഇറങ്ങിപ്പോയി. നമ്മൾ വന്ന വഴിക്ക് ട്രീ മൊത്തം വീണ് നമ്മളിവിടെ സ്റ്റക്കായി പോയി. പിന്നെ അത് മാറ്റിയാലായിരിക്കും നമുക്ക് പോകാൻ പറ്റുള്ളൂ. എന്താ അവസ്ഥ എന്ന് അറിയാൻ പാടില്ല. ഒരു കാർ ഇവിടെയും നിൽക്കുന്നുണ്ട്. നമ്മൾ വന്ന് വഴിയിൽ പെട്ടേക്കാണ്. ഇനി മെയിൻ്റെനൻസിൻ്റെ ആൾക്കാർ വന്നാൽ മാത്രമാണ് നമുക്ക് ഇനി പോയി. നമ്മൾ ഭാഗ്യത്തിന് ആ വണ്ടിയുടെ മോഡലിലേക്ക് വീണില്ല കേട്ടോ. ഇതേ നമ്മൾ വന്ന സമയത്ത് ഇതേ ഈ ഏതോ ഒരു മരത്തിൻ്റെ തല അതെ, ആ മരത്തിൻ്റെ തല ഒടിഞ്ഞ് റോട്ടി വീണു ഗൈസ്. ഇനി നമുക്കിത് കഴിഞ്ഞാലേ നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. എന്തോ ഒരു സീഡ്. So that's what the birds eat, and the possums eat this, and then they poop it out in the rainforest canopy. ഇതാണ് നമ്മുടെ പോസം തിന്നണ അവരുടെ ഫുഡാണ് ഇതെന്ന്. ഇതേ പൊന്ന പോസം തിന്നണ അവരുടെ ഫുഡാണ്. എനിക്കല്ല, പോസത്തിനാണ്. ഈ പോസത്തിന് ഈ ഫ്രൂട്ട്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഇവർ ഇതിൻ്റെ സ്റ്റെമ്മ് തിന്നുന്നു, എന്നിട്ട് ഇല കളയുമെന്ന്. കാരണം പോസത്തിന് ഇതാണ് ഇച്ചിരി സ്വീറ്റ് ആയിട്ടുള്ള പാട്ടെന്ന്. Causing you to be in severe pain. And they can live in your skin for about 6 months. അത് നമ്മുടെ ചൊറിയണ പോലത്തെ സാധനമാണ്. പക്ഷെ അത് ഇച്ചിരി കൂടെ സിവിയർ ആണ്. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടുപോയി. ഇവിടെ 2 കാർ ഓടിപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അവൾ പോയിക്കൊണ്ടിരിക്കുക. അവളെന്തായാലും വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ വന്നപ്പോൾ ഇപ്പോൾ റോഡിലൊരു ചെറിയൊരു ട്രാഫിക് ജാം പോലെ ആയേക്കാണ്. ഇവിടെ കുറേ കാറുകളൊക്കെ വന്ന് കിടക്കുന്നത്. ഒന്നാമത്തെ എൻ്റെ ബാക്കിൽ ഇങ്ങനെ വന്ന് നടക്കുന്നുണ്ട്, പിന്നെ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് നിന്ന് ആരും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഒരു ട്രിപ്പ് ഇങ്ങനെ വന്നിട്ട് ഇതുപോലൊരു പ്രശ്നം പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പൊന്ന ഇത് മറ്റേ ഫ്രം സിനിമയിൽ വന്ന് കിടക്കണ പോലെ ഉണ്ടല്ലേ ആ മരം. ഫ്രം സിനിമ കണ്ടവർക്കറിയാം. ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് ഒരു മരം നടുക്ക് വന്ന് കിടന്നിട്ടാണ് അവിടെ നിന്ന് അവരുടെ ആ വില്ലേജിലേക്കുള്ള എൻട്രി സ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത്. എന്ത് ചെയ്യാവുന്നോ. അതെങ്ങനെ എടുക്കണേ? തൊലി എടുത്താൽ പോരെ, എപ്പോഴല്ലേ അതൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റണേ. നമ്മൾ ഈ വഴിയിൽ പെട്ടുപോയതിൻ്റെ ഒരു മെമ്മറിക്ക് നമുക്ക് ഇവിടെ നിന്നൊരു കുഞ്ഞൊരു സാധനം എടുക്കാം. എന്നാൽ ഇതെടുക്കട്ടെ. പക്ഷെ ഇത് ഫ്രഷ് ആയതുകൊണ്ട് ഏതോ ഒടിയാനൊക്കെ നല്ല പാടുണ്ട്. ഫൈനലി ഇത് നമ്മുടെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ വന്ന്. നമുക്കൊന്ന് പോയിട്ട് നോക്കാം എന്താ അവസ്ഥ. അത് ശരിയാണ്, ഈ സൈഡ് ക്ലിയർ ചെയ്ത് നമുക്ക് വീട്ടിൽ പോവാം. 3 ട്രീ വീണോണ്ട് തന്നെ ഇത് മൊത്തത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ സൈഡ് ക്ലിയർ ചെയ്തിട്ട് വേണം ബാക്കി കൗൺസിൽ വന്നിട്ട് ബാക്കി ക്ലിയർ ചെയ്യണമെന്ന് പറയണേ. അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യണം. ഒരു സൈഡ് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അതിൽ കൂടെ പോവാൻ. ഇപ്പം അവള് വീണാ 2 പേരും കൂടെ ഒരു മരം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, വലിയ മരമായിരുന്നു അത്. 3 ട്രീ ഒരുമിച്ച് വീണ് അങ്ങനെയായിരുന്നു. ഇവർ 2 പേരോടി അത് പിടിച്ച്, ഷാരോണല്ല കേട്ടോ, വേറെ 2 ആൾക്കാരും കൂടി ഇത് പിടിച്ച് ഒരു ആൾ കമ്മന്ന് തല്ലിടിച്ച് വീണ്. അവൻ കമ്മന്ന് വീണു. മരം എന്നിട്ട് അവൻ്റെ മേത്തായി പോയി. പക്ഷെ അവന് കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്, താങ്ക്ഫുള്ളി. ഇനി നമുക്ക് അവിടെ വന്ന് നമ്മൾ ഇത്രയും അഡ്വെഞ്ചറസ് ആയിരിക്കും നമ്മുടെ ജേർണിന്ന് നീ വിചാരിച്ചവനാ അല്ല അവനാ?
ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ജേണിയാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ആരാ വിചാരിക്കണേ. നമ്മൾ അടുത്തൊരു ലുക്ക് ഔട്ട് സ്പോട്ടിലേക്ക് വന്നേക്കാണ്. എന്താണ് ഹണ്ടേഴ്സ് ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ഈ ആക്ടിവിറ്റി കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡ് ആയിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 4 പേർക്കും ഒരു ഡ്രൈവർ, അവരാണ് എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചെയ്തു തന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു പേഴ്സണലൈസ്ഡ് ഒരു ടച്ചൊക്കെ കിട്ടിയായിരുന്നു. കൂടാതെ നമ്മൾ കുറേ നല്ല ഫോട്ടോസ് കിട്ടിയായിരുന്നു അവിടുന്ന്. ഫോട്ടോ എടുത്ത് ചെറുതായിട്ട് ഫോട്ടോ ഒന്ന് താഴെ പോയേനെ, എന്തോ ഭാഗ്യത്തിന് പോയില്ല കേട്ടോ. അതങ്ങനെ പോയെങ്കിൽ അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായേനെ. നമ്മൾ സ്റ്റേ ചെയ്യണ കോട്ടേജിലായിരുന്നോ അവിടുന്ന്, അത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള വ്യൂ ആട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. കാരണം വീടുകളൊക്കെ ഇങ്ങനെ ഹൈറ്റിൽ ഇങ്ങനെ വെച്ച് ചെയ്യണ പോലെ ഇരിപ്പുണ്ടായിരുന്നു. നമ്മളിതേ അങ്ങനെ തിരിച്ച് നമ്മുടെ ഒറൈലിൽ എത്തി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി ബേർഡ്സിൻ്റെ എന്തോ പരിപാടി ഉള്ളത് ഇനി അടുത്ത ഒരു എത്ര മണിക്കാണ്, 1 മണിക്കാണ് കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ടൈമുണ്ട്. അപ്പം അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ട്രീ വാക്കോ ടോപ്പ് ട്രീ വാക്കോ അങ്ങനെ എന്തുകൊണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഇവിടെ ഒരു സാധനം ഇങ്ങനെ പുകയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചായ എടുക്കാൻ പറ്റുമെന്ന് പറയണ ടീ. നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം എന്താ സംഭവം എന്ന് അറിയാനുള്ള. ടീ മാക്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. It's good tea. Yep, normal black tea. You don't need sugar, you don't need milk. It tastes lovely. They're only the tea leaves. It's sweet, isn't it? It's nice. My grandfather trained us on black. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് അപ്പന്മാരമ്മമാരൊക്കെ സംസാരിച്ച്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഗ്രാൻഡ്പയൊക്കെ ഇങ്ങനെ കോഫി എടുത്തിട്ട്, ഓഫ് കോഴ്സ് നമ്മൾ വെള്ളം വെച്ചിട്ട് കഴുകും, അതല്ലാതെ സോപ്പ് വെച്ചിട്ട് കഴുകത്തില്ല. അപ്പം സ്റ്റെയിൻസൊക്കെ അതുപോലെ തന്നെ ഇരിക്കുമെന്ന്. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ടീ എടുത്തിട്ടാണ് ഇന്നത് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ ടീ എടുത്തിട്ട് ഇങ്ങനെ ഇതിനകത്തേക്ക് ഒഴിക്കും. അപ്പോൾ ആ കനലിൻ്റെ ചൂടുകൊണ്ടാണ് അത് ചൂടായിട്ട് ഇരിക്കണത്. അപ്പോൾ സ്റ്റെയിൻസ് അതുപോലെ തന്നെ ഇരിക്കുമെന്ന്. നല്ല പുക തന്നെയുണ്ട്. അപ്പോൾ നല്ല, പക്ഷേ ടീ സാധാ ടീ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്. നല്ല നമുക്ക് ഷുഗറും മിൽക്കും ഒന്നും ഇല്ലാണ്ട് കഴിക്കാം. നമുക്ക് ഇതിനകത്തുനിന്ന് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ടീ എടുക്കാം. എന്നിട്ട് നമുക്ക് നമുക്കത് ഷാരോൺ ട്രൈ ചെയ്യുന്നതായിരിക്കും. കിട്ടിയ ചായയിൽ എന്തോ ലീവ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിൻ്റെ എന്തോ ലീവ്സ് ഒക്കെ ഉണ്ട്. നമുക്കിനി നമ്മുടെ ബൂയോങ് വാക്കിലേക്ക് പോവാം. ട്രീ ടോപ്പ് വാക്കിലേക്ക് നമുക്ക് നടക്കാം. നമ്മൾ കഴിഞ്ഞ റൈഡ് നമ്മുടെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഈ റൈഡ് എങ്ങനെയായിരിക്കും ഇതറിയാൻ അതന്നെ സ്വന്തമായിട്ടുള്ളൊരു റൈഡാണ്. പക്ഷെ ഇത് എനിക്കെന്താ പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചറിനോട് അത്രയും ക്ലോസ് ആയിട്ട് ഇറങ്ങുന്ന ഒരു സ്പോട്ടാണിത്. കാരണം നമ്മൾ ഇവിടെ TV ഇല്ല. പക്ഷെ അങ്ങനെ എല്ലാത്തിൽ നിന്നും ഒരു എൻ്റെ ഈശോയെ അത് ഓടി വരണ്. ഓക്കെ, അത് അപ്പുറത്തേക്കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ റൂട്ട് പിടിക്കാം. ഇതങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. 2002 ഒഫീഷ്യലി ഓപ്പൺ ചെയ്തൊരു ട്രീ ടോപ്പ് വാക്കാണ്. കുറേ ട്രീസിൻ്റെ നടുക്ക് ഒരു ബ്രിഡ്ജ് പോലെ വെച്ചിട്ട് അതിക്കൂടെ നമ്മൾ നടന്ന് പോകണം. ഇത് കുറച്ച് ആൾക്കാരെയും കൊണ്ട് നടക്കണമെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. ഇനി പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാനാണെങ്കിലും ഒരാളുണ്ട്. അടുത്ത് ഫീഡ് ചെയ്യേണ്ടത് ജാക്കറ്റ്. പക്ഷെ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ അതിന് നിന്നില്ല. എനിക്ക് അത് കയ്യിലെങ്ങനെ കൊത്തോന്നൊക്കെ എനിക്കൊരു പേടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അതുപോലെ അവിടെ ഇരുന്ന് തീറ്റ വെക്കണം. അതുകൊണ്ട് ഞാൻ പിന്നെ അത് സ്കിപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ജേണി കണ്ടിന്യൂ ചെയ്യാം. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. കണ്ട ഇതിക്കോടെയാണ് നമ്മൾ പോണേ. രസമുണ്ട് കാണാൻ. ടോൾ ട്രീസിൻ്റെ ഉള്ളിക്കോടെ ഉള്ളൊരു വാക്ക്. ഇതേ ട്രീയുടെ ഉള്ളിലൊരു ഹോള്. ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ട്രീ പോന്നാ. അതിൻ്റെ ഉള്ളിൽ വേറൊരു ട്രീ. അത് കൊള്ളാം. ട്രീ ടോപ്പ് വാക്ക്. നമ്മൾ എത്താറായെന്ന് തോന്നുന്നു. ഏറെക്കുറെ സ്റ്റീൽ പോലത്തെ ഒരു സാധനം ഇവിടെ നിന്നോട്ട് ഇട്ടിട്ടുണ്ട്. എന്തിനാണ് അവ
സ്ലിപ്പ് പോവാതിരിക്കാനാണ് അവനത്. ഇപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ഇവിടെയുള്ള ബേർഡ്സിൻ്റെ സൗണ്ടാണ്. ഇച്ചിരി സ്കെയറി വാക്കാന്ന് തോന്നണു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടക്കണം. എന്നിട്ട് ഫോർ യുവർ ഓൺ സേഫ്റ്റി 6 people per span. ഇതിങ്ങനെ ബൗൺസ് ഇത്രയും ടോളിന്നാണ് ഈ ട്രീ ടോപ്പ്. ശരി, ആ ട്രീ എവിടെ നിന്നോട്ട് തന്നെയെന്ന് അറിയാമോ? കടാ ട്രീയുടെ താഴെ അതാണ്. അവിടെ നിന്ന് ഇത്രയും ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് പേടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങാനും ഫോൺ താഴേക്ക് വീഴുമെന്ന്. നീ ഷാരോൺ അതിസാഹസികമായിട്ട് ആ ട്രീയുടെ ഏറ്റവും ടോപ്പിലേക്ക് ഒരു കുഞ്ഞ് ലാഡർ ഉണ്ട്, അതിൽ കൂടെ കയറാൻ വേണ്ടി പോവാണ്. നോക്കി പോട്ടാ നമ്മൾ കയറണം. നമ്മൾ ബാക്കിലേക്ക് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു നെറ്റും കൂടി ഇട്ടിട്ടുണ്ട്. ഹായ്, ഒരു ഹായ് താ. ഏറ്റവും ട്രീയുടെ ഏറ്റവും ടോപ്പിൽ കയറിയൊക്കെയാണ്. എന്റെ പൊന്നി, ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി സീനാന്ന് തോന്നുന്നു. ഞാനും തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് 3 പേർക്കും തിരിച്ച് കയറാൻ വേണ്ടിട്ട്. നീ ഭയങ്കര അഡ്വഞ്ചറസ് പേഴ്സൺ ആണല്ലോ പിന്നെ. സോ പ്രൗഡ് ഓഫ് യു. ഒറേലീസ് ബൊട്ടാനിക് ഗാർഡൻ കണ്ടിട്ട് വരാം. 40 meters. നമ്മൾ നടക്കണ സൗണ്ട് മാത്രം, ബാക്കി ചുറ്റിന് മൊത്തം നിശബ്ദത. ഈ ഒരു കൊടും കാടിന്റെ ഉള്ളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, പിന്നെ കുറെ ബേർഡ്സും. ഏതൊരു ഫ്ലവർ, ഇത്രയും പച്ചപ്പിന്റെ ഉള്ളില് ഒരു പിങ്ക് ഫ്ലവർ. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെ പിങ്ക്, പിന്നെ ലൈറ്റ് ഗ്രീൻ, പിന്നെ ഗ്രീൻ. ആഹാ, അത് കൊള്ളാം. കാണിച്ചു തോന്നുന്നു. ഇവിടെ ഉള്ളൊരു പള്ളിയാണത്. ഓപ്പൺ അല്ലാന്ന് തോന്നുന്നു. ആക്ച്വലി അത് ഓപ്പൺ ആട്ടോ. ഇതാണ് ഇവിടുത്തെ പള്ളിയുടെ അകം. അപ്പോൾ നല്ല ചർച്ച്, ബ്രിസ്ബെയിനിലുള്ള വൺ ഓഫ് ദ ഏൻഷ്യൻ ചർച്ചുകളിൽ ഒരു ചർച്ചാണത്. 90s അങ്ങാണ്ട് ബിൽഡ് ചെയ്ത ചർച്ച്. നമ്മൾ ബേർഡ് ഓഫ് പ്രേക്ക് പോകാൻ വേണ്ടി പോവാണ്. അതിന് മുമ്പ് നമ്മളിവിടെ ആക്ടിവിറ്റി റൂമിൽ വന്നപ്പോൾ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തന്നു. പക്ഷേ ഇപ്പോൾ കാണിച്ചു തരാം. കണ്ട ഐറ്റങ്ങളൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാമ്പുകളെയൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാമ്പിൻ്റെ സ്കിന്ന്. ഗ്ലോബും നമ്മൾ ഓൾറെഡി കണ്ടതാണ് വേറൊരു സ്ഥലത്ത്, അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ കാണാൻ പോയില്ല. നമ്മളിത് എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ലോഡ് ജനമുണ്ട്. എല്ലാവരെയും കൂട്ടിയിട്ട് ബേർഡ്സ് ഓഫ് പ്രേ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കാണാൻ പോണ്. എൻ്റെ അൺപെയ്ഡ് ഗൈഡാണ് പൊന്ന. ഇതെന്താ ഒരു ചെറിയൊരു ഓഡിറ്റോറിയോ പോകുന്നറിയാൻ പാടില്ല. ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കണം. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. Tingle എന്നുള്ള പേര്. Tingle കയറിപ്പോയി. എന്റെ കണ്ണോക്കി, എന്റെ പൊന്നി. മഴ കാരണം ഞാൻ ജാക്കറ്റ് തലയിലിട്ടേക്കാം. എവിടെ? Two and a half kilos ആ സാധനത്തിനാ. എന്റെ പൊന്നെ, എന്നാ വലിയ സാധനം അത്. I don't know what a wingspan is. I watched until he grabbed somebody's dog. Vanished from the show. എൻ്റെ പനി, നമ്മളിതേ ഫുഡൊക്കെ കഴിച്ച്, നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി റെഡിയായി. നമ്മളിതേ അങ്ങനെ നമ്മുടെ ആഫ്റ്റർനൂൺ ടീ ഒക്കെ കഴിഞ്ഞ് ചുമ്മാ നമ്മളിങ്ങനെ പുറത്ത് ചുമ്മാ നടക്കാൻ ഇറങ്ങിയേക്കാം. എന്തോരം ക്ലിയർ ആവുമെന്ന് അറിയാൻ പാടില്ല വീഡിയോയിൽ, പക്ഷെ ഇവിടുത്തെ സ്കൈ കാണാനായിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. നമ്മൾ അവിടെ നിന്ന് ഇൻഫിനിറ്റി പൂളിലേക്ക് പോകാമെന്ന് ഓർത്തു. പക്ഷെ നമ്മൾ ഇൻഫിനിറ്റി പൂളിൽ നിന്ന് നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ, നമ്മൾ ഇന്നലെ ട്രൈ ചെയ്താണല്ലോ, നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ 20 മിനിറ്റ് നടക്കാനുണ്ട് പോവാണ്. അതാണ് നമ്മൾ കാറി കയറിയത്. നമ്മൾ സ്വിമ്മിങ്ങിന് പറ്റിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനല്ല പൊന്നു, നോക്കാം എന്താവോ എന്ന്. ഇവിടുത്തെ വ്യൂ ആണിത്. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ കാണിച്ചതാണ്. പക്ഷേ ആ പൂളിൽ വന്ന് നടക്കുന്ന ഡ്രസ്സാണ്. പക്ഷേ ഭയങ്കര ഹീറ്റഡ് പൂളൊന്നുമല്ല. ഹീറ്റഡ് പൂൾ എന്നാണ് അവർ പറയുന്നത്. ഭയങ്കര ഹീറ്റഡ് പൂളൊന്നുമല്ല.
അത് ഹോട്ട് ടബാണ് അവിടെ ഉള്ളത്. അവിടെ നമ്മൾ കയറിയായിരുന്നു ഇന്നലെ. ഇവിടെ നിന്നിട്ട് ഇവിടെ കിടന്നിട്ട് അവിടെ നിന്നൊക്കെയുള്ള വ്യൂ കാണാൻ നല്ല രസമാണ്. നിങ്ങളുടെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ഇത് ഇങ്ങനെ ജനറേഷൻ ത്രൂ ജനറേഷൻ ഇങ്ങനെ പാസ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണ, അങ്ങനെ റൺ ചെയ്യണ ഒരു ഫാമിലി ബിസിനസ്സാണിത്. പക്ഷേ ഏതോ കുറച്ച് വില്ലാസും സംഭവങ്ങളും തേർഡ് പാർട്ടി ഓൺഡാണ്. പിന്നെ അതുമല്ല വേറെ ഏതൊരു നമ്മൾ നേരത്തെ പോയൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് ഇവർ ഓൾറെഡി സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ അത് ടേക്ക് ഓവർ ചെയ്യാൻ, ആ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഐ മീൻ അത് സെയിലിട്ട സമയത്ത് ഒറൈലിയുടെ അവരുടെ റിലേറ്റീവായിട്ടുള്ള വേറൊരു ഫാമിലി മെമ്പർ അത് മേടിച്ച്. അതുകൊണ്ട് ഇപ്പോൾ അത് ഒറൈലി ഓൺഡാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇൻഫിനിറ്റി പൂളിൽ വന്നത്. ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിനകത്ത് ലൈക്ക് ഇൻഫിനിറ്റ് ആയിട്ടാണ് നിൽക്കണം. അവിടെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു വോളോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിലുണ്ട്, മുകളിലേക്കില്ല. ഇതിൻ്റെ എൻജിനകത്ത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്ലേസാണ് കേട്ടോ. ഇപ്പുറത്തേക്ക് ഇച്ചിരി വെള്ളമുണ്ട്. ഇത് ഇവരുടെ ഒരു കോൺഫറൻസ് സെൻറ്റർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര തണുപ്പാടാ. 23 ഡിഗ്രി എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അത് അത്ര നല്ല തണുപ്പാണല്ലേ, നല്ല തണുപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കണ്ട അവിടുത്തെ വ്യൂ കണ്ടോ, മൗണ്ടെയ്ൻസും സംഭവങ്ങളും ക്ലൗഡ്സൊക്കെ. മറ്റേ പൂള് ഇവിടെ തണുപ്പാണെങ്കിൽ ഇറങ്ങണ്ടാവും. അപ്പോൾ അതേ അങ്ങനെ നമ്മൾ ചുമ്മാ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് പൂളിലൊക്കെ പോയി കുളിച്ച് ഫ്രഷായി. ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകണം. നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. എയ്തർ ബഫേ ഡിന്നർ അല്ലെങ്കിൽ പീച്ച എന്തെങ്കിലും. കുറച്ച് ചിപ്സും പീച്ചയും കൂടെ മേടിച്ച് പച്ചവെള്ളവും എടുത്ത് ഞാൻ ഇനി എന്തായാലും ട്രൈ ചെയ്തിട്ട് വരടാ. 1948 അടിപൊളി. കണ്ടു നോക്കി. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം 1948 അവിടെ നിന്ന് തൊട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ വന്ന് വിസിറ്റേഴ്സ് ബുക്കിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ആഗ്രഹം നമുക്കും സൈൻ ചെയ്യാം. ഇനി 100 വർഷങ്ങൾ കഴിഞ്ഞ് വേറെ ആരെങ്കിലും വരുമ്പോൾ ഇത് കാണാമല്ലോ. അപ്പം നമുക്ക് അത് എഴുതാം. ഇന്നത്തെ ഷെയറാണ് നമ്മുടെ പിള്ളേരാരെങ്കിലുമൊക്കെ വന്ന് കാണാനും കണ്ടോട്ടെ. രാവിലെ എണീറ്റ് ബേർഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. സംഭവിക്കണേന്ന് അറിയാൻ വെള്ളം ലച്ചി. നമ്മൾ നേരത്തെ നടന്ന ട്രീ ടോപ്പ് വാക്കില്ലേ, അതിൻ്റെ അങ്ങോട്ടേക്കാണ് പോണേന്ന് തോന്നുന്നു. ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരുണ്ടല്ലേ. അത് ബദാം മേടിച്ചതാണത്, അത് ബദാം മേടിച്ചതാണ്. അതേ വന്ന് കൊച്ചുണ്ടായിരുന്നു. കൊച്ചു നമ്മളെ ഗൈഡോ അല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെ പോയാൽ അങ്ങോട്ട് പോവും, അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് പോവും എന്നൊക്കെ പറയും. ഇതൊന്നും നമ്മൾ കേൾക്കാണ്ട് വേറൊരു വഴി എടുത്തിട്ട്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൻ നിങ്ങളവിടെ പോയി ലോസ്റ്റ് ആവും, എന്തെങ്കിലും ചെയ്തോ വാട്ട് എവർ എന്നും പറഞ്ഞുകൊണ്ട് അവൻ പോയി. നമ്മൾ ഇന്നലെ വന്ന ഗ്രീൻ മൗണ്ടൻ ഗാർഡൻസിലെത്തി. പക്ഷെ എനിക്ക് തോന്നുന്നു കേട്ടോ ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊന്നും ആരും കാണാനില്ല. അവിടെ പോയാൽ എന്തോ ആരോടെ ഷൂ കണ്ടിട്ട് ഇവിടെ ഒരു ചേച്ചി ചോദിക്കുകയാണ്, 2 സെപ്പറേറ്റ് മേടിച്ചതാണോ അതോ നീ ഒരെണ്ണം മേടിച്ചിട്ട് 2 കാലം വിട്ടതാണോ? 2 സെപ്പറേറ്റ് ഷൂ മേടിച്ചിട്ട് ഇട്ടതാണോന്ന്. ഷൂ ഞാൻ കാണിച്ചു തരാട്ടോ. ഇത് കാണിച്ചതേ. ഇവിടെ ബ്ലൂ വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇത്, റെഡ് വെച്ചിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ അത്. സ്റ്റൈല് മറ്റേ തത്തമ്മയ്ക്ക് ഫുഡ് കൊടുക്കാനല്ലേ, കീപ്പ് കൊടുക്കണ്ടേ? കീപ്പ് കൊടുക്കാം. ഇനി ഹൗസ് കീപ്പേഴ്സിന് വേണമെങ്കിൽ റൂം ക്ലീൻ ആക്കണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ആക്കിക്കോട്ടെ. നമ്മുടെ റൂമിൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ. നമ്മൾ ഓൾറെഡി എല്ലാ ലഗേജസും ബാഗിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. 8 യൂസ് ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ തന്നെ ടോപ്പ് പാർട്ട് ഫ്ലാറ്റ് ആയിട്ട് കിടക്കണില്ലേ, അതുപോലത്തെ ഒരു സ്പേസ് ആണത്. ഒരു ട്രിപ്പിൻ്റെ ഹാർഡസ്റ്റ് പാർട്ടാണ് അവിടുന്ന് സോവിനിയർ സെലക്ട് ചെയ്യാന്നുള്ള പരിപാടി. ആ പരിപാടിയാണ് ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ആർക്ക് വേദന? എന്ത് നിന്റെ മേത്ത് കയറാണോ? ഈശ്വര നോക്കി എൻ്റെ പൊന്നേ, ഈശ്വര എനിക്ക് വേണ്ട ഇതെന്താണിത്?
ദേ മഞ്ഞ നിന്റെ തലയിൽ വരണം, നീ കഴുത്തിൽ വരണം. അറ്റാക്ക് ചെയ്യാണ്. ഓ ഉമ്മി, ആ ചേച്ചിയുടെ തലയിൽ വരെ. ദേ മഞ്ഞോ, ദേ തലയിൽ വരണം. എന്താണ് ഈ കാണണത്? എന്താ ഐഡിയ? ഓ തല്ലു. കൈ സ്ക്രാച്ച് ചെയ്തോണ്ട് പിന്നെ വേഗം ജമ്പർ കയറ്റിട്ട് കൈ മൊത്തം സ്ക്രാച്ച് ചെയ്യാണ് ഇവര്. നമ്മളെന്തായാലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞ സ്ക്രാച്ചസ് ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രയും വലിയൊരു പണിയാവും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. കാണിച്ച് നോക്കട്ടെ, കൈ കാണിച്ച്. കണ്ട, കൈ മൊത്തം സ്ക്രാച്ചസ്. പിന്നെ പക്ഷിപ്പനി സാനിറ്റൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സാനിറ്റൈസ് ചെയ്യണില്ലേ? കൈ വാഷ് ചെയ്ത് സാനിറ്റൈസ് ചെയ്യണുണ്ടാവും. പക്ഷെ അത് നീറും പൊട്ടിയണോണ്ട് കൈക്ക് ചുമന്നിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അവന്റെ മേത്തേക്ക് വരണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടോക്കസ്ട്രീ. ബൈ ബൈ.